സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ മാസം വലിയൊരു അവസരവുമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഓരോ റമദാനും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ അവസരങ്ങളാണ്. നന്മകൾ ധാരാളമായി ചെയ്യാനും തിന്മകൾ പരമാവധി ഒഴിവാക്കാനും അത്തരത്തിൽ മനസ്സിനെയും ശരീരത്തിനെയും പാകപ്പെടുത്തിയെടുക്കാനുള്ള ഒരു പരിശീലന കളരിയാണ് റമദാൻ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധ റമദാൻ മാസത്തിൽ വിശ്വാസികൾക്ക് ഒരുങ്ങാനും മാത്രമുള്ള രൂപത്തിൽ ലോകത്തെ അള്ളാഹു ഒരുക്കുന്നുണ്ട്. റമദാൻ മാസം സമാഗതമാകുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു വെക്കുമെന്നും നരകത്തിൻ്റെ വാതിൽ അടച്ചിടുമെന്നും പിശാചുക്കളിലെ മല്ലന്മാരെ അള്ളാഹു പിടിച്ചു കെട്ടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ശേഷം റമദാനിൻ്റെ തുടക്കത്തിൽ വിളിച്ചു പറയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഏർപ്പാടാക്കും. ആ മലക്ക് വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങൾ മുന്നോട്ട് വരിക. വയാ ബാഗിയ ശർ അഖ്സിർ, തിന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങളതിനെ ചുരുക്കുക എന്ന് പറയുമെന്ന്. നന്മകൾ ചെയ്യാൻ മാത്രമുള്ള അവസ്ഥയിൽ ലോകത്തെയും സാഹചര്യങ്ങളെയും അള്ളാഹു നമുക്ക് വേണ്ടി പാകപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ പാകപ്പെടുത്തിയെടുത്തു കഴിഞ്ഞാൽ തിന്മകളിൽ നിന്നും പരമാവധി മാറി നിൽക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമാകും. അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിൻ്റെ ലക്ഷ്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 183-ാമത്തെ വചനത്തിലാണ് ഈ ഉമ്മത്തിന് നോമ്പ് നിർബന്ധമാക്കിയ വിഷയം അള്ളാഹു പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, കുത്തിബ അലൈക്കുമുസ്സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമായിരുന്നു. നോമ്പ് നിർബന്ധമാക്കപ്പെടാത്ത ഒരു ജനപദവും കടന്നുപോയിട്ടില്ല. എല്ലാ പ്രവാചകന്മാരുടെ അനുയായികൾക്കും നമസ്കാരവും നോമ്പും സക്കാത്തും നിർബന്ധമായി ഉണ്ടായിരുന്നുവെന്ന് മുഫസ്സിറുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും നമസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും സക്കാത്തിൻ്റെയും രൂപം വ്യത്യസ്തമായിരുന്നു എന്ന് മാത്രം. അപ്പോൾ മുൻകഴിഞ്ഞ ആളുകൾക്ക്, മുൻകഴിഞ്ഞ സമുദായത്തിന് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ഈ ഉമ്മത്തിന് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്തത് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. അഥവാ സത്യവിശ്വാസം പുൽകാത്ത ആളുകൾക്ക്, മുസ്ലിമല്ലാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ കേവല മുസ്ലിങ്ങളായ ആളുകളോടല്ല അള്ളാഹുവിൻ്റെ ഈ കൽപ്പന. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയതിൻ്റെ ലക്ഷ്യമായിക്കൊണ്ട് ആയത്ത് അവസാനിപ്പിച്ചത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നിങ്ങൾ സൂക്ഷ്മത പാലിക്കാനും വേണ്ടി, നിങ്ങൾ തഖ്വയുള്ളവരാകാനും വേണ്ടി, നിങ്ങൾ മുത്തഖീങ്ങളായി തീരുവാനും വേണ്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയത്. അപ്പോൾ ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് അവൻ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം എന്ന ഉദ്ദേശത്തിലാണ്. അതിനു വേണ്ടിയുള്ള രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിൽ അള്ളാഹു തന്നെ നമുക്ക് അവസരങ്ങൾ ഒരുക്കി നൽകിയിട്ടുണ്ട്. തിന്മകൾ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന പിശാചിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ അവന് തിന്മകൾ ചെയ്യാൻ സാധാരണ മാസങ്ങളിൽ തോന്നുന്നത് പോലെ തോന്നാറില്ല. എന്തുകൊണ്ട് തോന്നുന്നില്ല? അവനെ മനസ്സിനെ പിന്തിരിപ്പിക്കാനുള്ള പിശാചിനെ അള്ളാഹു കെട്ടിയിട്ടത് കൊണ്ടാണ്. എന്നാൽ ആ ഒരു അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് ജീവിതം പരിപൂർണമായും നന്നാക്കിയെടുക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിർബന്ധമാക്കി എന്ന് പറഞ്ഞിടത്ത് തന്നെ അതിന്റെ ലക്ഷ്യമായി പഠിപ്പിച്ചത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് എന്നാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അപ്പോൾ നോമ്പിന്റെ ഏറ്റവും പരമപ്രധാനമായ ആ ലക്ഷ്യം അഥവാ തഖ്വ നേടിയെടുക്കുക എന്നുള്ളത് നമ്മൾ എല്ലാവരും കരസ്ഥമാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നമ്മുടെ നോമ്പ് നമുക്ക് വിജയമാകുന്നത്. ഒരാളുടെ നോമ്പ് വിജയമാകുന്നത്, അവൻ റമദാൻ കൊണ്ട് നേട്ടമുണ്ടാക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് അവൻ തഖ്വ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമാണ്. അപ്പോൾ എന്താണ് തഖ്വ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സഹോദരന്മാരെ, നമുക്ക് ആ മുത്തഖീങ്ങളുടെ ഗണത്തിലേക്ക് ഉൾപ്പെടാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വലിയ ശ്രേഷ്ഠമായ വിഷയമായി കൊണ്ടാണ് തഖ്വയെ പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാ പ്രവാചകന്മാരും നേടിയെടുത്ത, എല്ലാ സമുദായവും നേടിയെടുത്ത പരമപ്രധാനമായ ഒരു ക്വാളിറ്റിയാണ് തഖ്വ എന്നുള്ളത്. മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഒരുക്കിയിട്ടുള്ളത്.
എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഹഖ്ക തുഖാതിഹി, അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം എന്നാണ്. സൂറത്തു ആലി ഇംറാനിലെ വചനം നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നു. പിന്നെയും കേൾക്കുന്നത് യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും എന്നാണ്. സൂറത്തു നിസായിലെ വചനമാണ്, അല്ലയോ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ജീവിക്കണമെന്നാണ്. പിന്നെയും നമ്മൾ കേൾക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് എന്ന ആയത്ത് തന്നെയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന വചനം തന്നെയാണ്. ആവർത്തിച്ചുകൊണ്ട് നമ്മൾ തഖ്വ കൊണ്ടുള്ള ഉണർത്തലുകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബികൾ പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു സംസാരം തുടങ്ങുമ്പോഴും റസൂലിന്റെ ആദ്യത്തെ ഉപദേശം അത് തഖ്വ കൊണ്ടുള്ള ഉപദേശമായിരുന്നു എന്നാണ്. മഹാനായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത്ത യൗമിൻ സ്വലാത്തൽ ഫജ്ർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടൊപ്പം ഒരു ദിവസം സുബഹി നമസ്കരിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബല അലൈന, നമ്മളിലേക്ക് പ്രവാചകൻ തിരിഞ്ഞു നിന്നു. ഫവഅലന, എന്നിട്ട് പ്രവാചകൻ ഒരു വഅൽ നടത്തി. മൗഇലതൻ ബലീഗ, വളരെ മഹത്തായ ആശയ സമ്പുഷ്ടമായ ഒരു പ്രസംഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. ളറഫത് മിൻഹൽ ഉയൂൻ വവജിലത് മിൻഹൽ ഖുലൂബ്, പ്രവാചകന്റെ ആ പ്രഭാഷണം കേട്ടപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു, എല്ലാവരുടെയും ഹൃദയം കിടുങ്ങി. അത്തരത്തിൽ വളരെ സമ്പുഷ്ടമായ ഒരു പ്രസംഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ, സഹാബികളുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് കഅന്ന ഹാദിഹി മൗഇദതു മുവദ്ദിഅ, റസൂലേ ഇതൊരു വിടവാങ്ങൽ പ്രസംഗം പോലെ നമുക്ക് അനുഭവപ്പെടുന്നല്ലോ, അതുകൊണ്ട് ഫഔസിന, ഞങ്ങളെ താങ്കൾ ഉപദേശിച്ചാലും എന്ന് പ്രവാചകനോട് ഉപദേശത്തെ ചോദിച്ചപ്പോൾ പ്രവാചകൻ അപ്പോഴും ആദ്യം പറഞ്ഞ ഉപദേശം ഊസിയക്കും ബിതഖ്വല്ലാഹ്, നിങ്ങളോട് ഞാൻ തഖ്വ കൊണ്ട് വസിയത്ത് നൽകുന്നു എന്നാണ്. പ്രവാചകൻ എപ്പോഴും ഈ വസിയത്ത് ആവർത്തിച്ചിരുന്നു. അറഫ മൈതാനിൽ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ പ്രവാചകൻ നടത്തിയ ഒന്നാമത്തെ ഉപദേശം തഖ്വ കൊണ്ടുള്ള വസിയത്തായിരുന്നു. പ്രവാചകന്റെ ഈ മാതൃക പിൻപറ്റിക്കൊണ്ട് ഖുലഫാഉർ റാഷിദുകളും പിന്നീട് ഇങ്ങോട്ട് എല്ലാവരും അവരുടെ സംസാരത്തിലെ ഏറ്റവും ഒന്നാമത്തെ ഉപദേശം തഖ്വ കൊണ്ടുള്ള ഉപദേശമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. അതേ സുന്നത്ത് പിന്തുടർന്നുകൊണ്ടാണ് എപ്പോഴും നമ്മൾ എല്ലാ പ്രഭാഷണങ്ങളിലും ഖുതുബകളിലും ആ തഖ്വ കൊണ്ടുള്ള വസിയത്ത് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നത്. എന്തുകൊണ്ട് ഇത് ആവർത്തിച്ച് പറയുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്കാണ് വലിയ നേട്ടങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. മസലുൽ ജന്നത്തുല്ലതി നൂരിസു മിൻ ഇബാദിന മൻ കാന തഖിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇതാ സ്വർഗം അനന്തരമായി നൽകുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ തഖ്വയുള്ള ആളുകൾക്ക് മാത്രമാണ് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലി ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ സാധാരണ നിലക്ക് ഭൂമിയിൽ അവന്റെ വിഭവങ്ങളായിക്കൊണ്ട് കൺകുളിർമയായിക്കൊണ്ട് കാണുന്ന അവന്റെ സ്വത്തുക്കളെ കുറിച്ച് അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞു. പിന്നെ സ്ത്രീകൾ, സമ്പത്ത്, മേൽത്തരം കാലികൾ തുടങ്ങിയ സ്വർണം, വെള്ളി തുടങ്ങിയതെല്ലാം ആളുകൾ ഒരുമിച്ച് ചേർക്കാറുണ്ട്. അതെല്ലാം ഭൂമിയിലെ ആളുകളുടെ കൺകുളിർമയാണ്. ആളുകൾ അതിനു വേണ്ടിയാണ് സമയം കണ്ടെത്താറുള്ളത്. അതെല്ലാം ആളുകൾക്ക് വേണ്ട വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞത്, എന്നാൽ അതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലില്ലദീന തഖൗ, നിങ്ങളിൽ സൂക്ഷ്മത പാലിച്ച ആളുകൾക്ക് റബ്ബിന്റെ അടുക്കൽ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന നദികൾ ഉള്ള സ്വർഗ്ഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു. ആർക്കാണത്? ലില്ലദീന തഖൗ, നിങ്ങളുടെ കൂട്ടത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് എന്നാണ്. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്ന ആളുകൾ അത് മുത്തഖീങ്ങൾ മാത്രമാണ്. തൗഹീദുള്ള ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം ആരാധന അർപ്പിച്ച, ഇബാദത്തിന്റെ എല്ലാ വശവും റബ്ബിന് മാത്രം സമർപ്പിച്ച ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അവർ തിന്മകൾ ചെയ്തവരാണെങ്കിലും ആ തിന്മകൾക്കുള്ള ശിക്ഷകൾ നരകത്തിൽ അനുഭവിച്ചതിന് ശേഷം അല്ലാഹു അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. എന്നാൽ സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്ന ആളുകൾ അവർ മുത്തഖീങ്ങൾ മാത്രമാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കണം എന്നുള്ളതാണ് അല്ലാഹുവിന്റെ നമ്മോടുള്ള താല്പര്യം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് നമ്മുടെ തഖ്വയെ കൊണ്ട് വസിയത്ത് നൽകുന്നത്. എല്ലാ ആരാധനകളെയും പഠിപ്പിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ലക്ഷ്യമായി പഠിപ്പിച്ചത് തഖ്വ കൈവരിക്കാൻ വേണ്ടിയാണ് എന്നാണ്. സഹോദരന്മാരെ, അപ്പോൾ മുത്തഖീങ്ങളാവുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. ആ തഖ്വ എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി റമദാൻ മാസത്തിലെ നോമ്പ് കൊണ്ട്, റമദാന്റെ രാപ്പകലുകൾ കൊണ്ട് ആ തഖ്വ നേടിയെടുക്കാനായിരിക്കും നമ്മൾ പരിശ്രമിക്കേണ്ടത്.
പണ്ഡിതന്മാർ തഖ്വ എന്താണ് വിശദീകരിക്കുന്നിടത്ത് പറയുന്ന ഏറ്റവും ചുരുങ്ങിയ വിശദീകരണം പറയുന്നത് അൻതജഅല ബൈനക വബൈന മഹാരിമില്ലാഹി വിഖായ, നിനക്കും അള്ളാഹു നിനക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾക്കുമിടയിൽ നീ ഒരു മറയുണ്ടാക്കലാണ്, അഥവാ ഹറാമുകൾ ചെയ്യാതിരിക്കലാണ് എന്നാണ്. ഒരു വ്യക്തി മുത്തഖിയാണ് എന്ന് പറയാൻ കഴിയുന്നതിന്റെ ഏറ്റവും ഒന്നാമത്തെ പടി എന്നുള്ളത്, ഒരാൾ മുത്തഖിയാകണമെങ്കിൽ അവൻ ചെയ്യേണ്ട ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹറാമുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതാണ് തഖ്വയുടെ ഒന്നാമത്തെ പടി. അവൻ കറാഹത്തുകൾ മാറ്റി നിർത്തുന്നുവെങ്കിൽ, ഫർദുകളെല്ലാം ചെയ്യുന്നുവെങ്കിൽ, ഹലാലുകളെല്ലാം അതനുസരിച്ച് നിർവഹിക്കുന്നുവെങ്കിൽ, സുന്നത്തുകൾ പരിപൂർണമാക്കുന്നുവെങ്കിൽ അവന് തഖ്വയുടെ മുകളിലേക്ക് പടികൾ കയറി കയറി മുന്നോട്ട് പോകാം. എന്നാൽ ഒരാൾ മുത്തഖിയാകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഹറാമുകൾ പാടി ഒഴിവാക്കിയിരിക്കണമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ആ നിലക്ക് നമുക്ക് എത്താൻ കഴിയേണ്ടതുണ്ട്. സഹാബികൾ മുതൽ ഇങ്ങോട്ട് തഖ്വ എന്താണെന്ന് ആളുകൾ ചോദിച്ചപ്പോൾ കൊടുത്ത വിശദീകരണം വ്യത്യസ്തമായി കാണുവാൻ സാധ്യമാകും. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു വ്യക്തി വന്ന് ചോദിച്ചു, യാ അലി, അല്ലയോ അലിയെ, എന്താണ് തഖ്വ എന്നുള്ളത്? അപ്പോൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നൽകിയത് തഖ്വ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മുത്തഖിയാണെന്ന് ഒരു വ്യക്തി കളക്കണമെങ്കിൽ 4 അടയാളങ്ങൾ അവരിൽ ഉണ്ടായിരിക്കണമെന്നാണ്. ഒരാളുടെ തഖ്വ അയാൾക്ക് മാത്രം അളക്കാൻ കഴിയുന്നതാണ്. ഒരാൾക്കും മറ്റൊരാളുടെ തഖ്വ അളക്കാൻ കഴിയില്ല. ഓ വലിയ മുത്തഖി എന്ന് നമുക്കൊരാളെ കുറിച്ച് പറയാൻ കഴിയില്ല. നീണ്ട താടിയാണ്, വസ്ത്രമൊക്കെ ഞെരിയാണിക്ക് മുകളിലാണ്, ആളുകൾക്ക് മുമ്പിൽ വളരെ സൂക്ഷ്മമായി നടക്കുന്നവരാണ്, അവന് വലിയ മുത്തഖിയാണ് എന്ന് നമുക്കൊരാളെ കുറിച്ച് പറയാൻ കഴിയില്ല. എന്നാൽ ഒരാൾക്ക് തഖ്വ ഉണ്ടെങ്കിൽ അയാളിൽ ഓട്ടോമാറ്റിക്കായി ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് താടി നീണ്ടി വളർന്നിരിക്കണം, ഞെരിയാണിക്കുള്ള വസ്ത്രം ധരിച്ചിരിക്കണം, ഇസ്ലാമികമായ വേഷവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. അത് തഖ്വയുടെ ലക്ഷണമാണ്. അതില്ലാത്തവർ മുത്തഖി എന്ന് പറയാൻ സാധ്യമാവുകയില്ല. എന്നാൽ അതുള്ളവരൊക്കെ മുത്തഖിയാണ് എന്ന് ആളുകളെ കുറിച്ച് പറയാൻ നമുക്ക് കഴിയില്ല. ഒരാൾക്കും ഒരാളുടെയും തഖ്വ അളക്കാനുള്ള മീറ്ററുകൾ അള്ളാഹു ആരെയും ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ ഓരോരുത്തർക്കും സ്വമേധയാ താൻ മുത്തഖിയാണോ എന്ന് അളന്ന് മനസ്സിലാക്കുവാൻ സാധ്യമാകും. അതിന് അളവുകോലാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അലി അള്ളാഹു പറയുകയാണ്, 4 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അവൻ മുത്തഖിയാണ് എന്ന് അവനെ തിരഞ്ഞെടുക്കാൻ കഴിയും, തീരുമാനിക്കാൻ കഴിയും. എന്താണ് 4 കാര്യങ്ങൾ? അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വദ്ദിലാബിൽ ഖലീൽ വൽ ഇസ്തിഅദാദ് ലിയൗമിർ റഹീൽ. ഈ 4 കാര്യങ്ങൾ ഒരുവനിലുണ്ടോ അവൻ മുത്തഖിയാണ് എന്ന് അവന് തീരുമാനിക്കാൻ കഴിയും. അൽ ഖൗഫു മിനൽ ജലീൽ, ഒന്നാമത്തെ കാര്യം റബ്ബ് സുബ്ഹാനഹു വ തആലയെ കൃത്യമായി കൊണ്ട് പേടിക്കുക എന്നുള്ളതാണ്. പടച്ചോനെ പേടിക്കണം. പടച്ച റബ്ബിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ പടച്ചോനെ പേടിച്ചിട്ട് ഹറാമുകളെ പരിപൂർണമായി മാറ്റിവെക്കണം. റബ്ബിനെ പേടിക്കുന്നവർക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ പേടിക്കുന്നവരെ നമ്മൾ മാറണം. ആളുകൾക്ക് മുമ്പിലായിരിക്കുമ്പോൾ നല്ല മനുഷ്യൻ, ഹറാമുകളൊന്നും ചെയ്യുന്നില്ല, തോന്നിവാസങ്ങളൊന്നും ചെയ്യുന്നില്ല, പള്ളിയിലേക്ക് നേരത്തെ എത്തും. പക്ഷെ ഒറ്റക്കായി കഴിഞ്ഞാൽ എല്ലാ തോന്നിവാസവും ചെയ്യുന്നുവെങ്കിൽ അവൻ മുത്തഖിയാണ് എന്ന് അവന് പറയാൻ കഴിയില്ല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ മകൻ ഇബ്നു ഉമറിന്റെ കാലഘട്ടത്തിലും ഉണ്ടായ സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ഒരു ചെറിയ കുട്ടി ആടിനെ മേൽക്കുന്നത് അദ്ദേഹം കാണുകയുണ്ടായി. എന്നാൽ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ, നിന്റെ ആട്ടിന്റെ പറ്റങ്ങളിൽ നിന്നും ഒരാടിനെ നീ എനിക്ക് നൽകാമോ എന്ന്. ആ കുട്ടി പറഞ്ഞത്, എനിക്ക് നൽകാൻ കഴിയില്ല, എനിക്ക് നൽകാൻ കഴിയില്ല. അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, നിന്റെ ആട്ടിന്റെ പറ്റങ്ങളിൽ നിന്ന് ഒരു ചെറിയ ആടിനെ നൽകിയാൽ നിന്റെ യജമാനന് മനസ്സിലാവുകയില്ല. കാരണം പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ആട്ടിന്റെ പറ്റങ്ങൾ നിന്റെ കയ്യിലുണ്ട്, ഇതിന്റെ എണ്ണം യജമാന്റെ കയ്യിൽ ഉണ്ടാവുകയില്ല, അതുകൊണ്ട് ഒന്നെനിക്ക് നൽകിക്കൂടെ എന്ന്. ആ കുട്ടി പറഞ്ഞത്, എനിക്ക് താങ്കൾക്ക് നൽകുന്ന വിഷയത്തിൽ എന്തെങ്കിലും എതിർപ്പുണ്ടായത് കൊണ്ടല്ല, പക്ഷേ ഇതിന്റെ ഓണർഷിപ്പ് എന്റെ യജമാനന്റേതാണ്. അദ്ദേഹം അറിയാതെ ഞാൻ താങ്കൾക്ക് നൽകിയാൽ യഥാർത്ഥ യജമാനൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കാണുന്നുണ്ട്, അവന് ഞാൻ മറുപടി കൊടുക്കേണ്ടി വരും എന്ന പേടി ഇബ്നു ഉമറിനെ ആ കുട്ടി പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ സഞ്ചരിക്കവേ ഒരു വീടിനകത്ത് നിന്ന് ഉമ്മയുമായി ഒരു ചെറിയ പെൺകുട്ടി നടത്തിയ സംഭാഷണം ചരിത്രത്തിൽ നമ്മളെല്ലാവരും കേട്ട് പരിചിതമായതാണ്. പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഉമ്മ, പാലിൽ വെള്ളം ചേർത്താൽ പാലിന്റെ നിറം മാറുകയില്ല, ആളുകൾക്ക് മനസ്സിലാകുകയില്ല. പക്ഷേ പാലിൽ വെള്ളം ചേർത്തുകൊണ്ട് ആളുകളെ കബളിപ്പിച്ച് നമ്മളെ കച്ചവടം നടത്തിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല കാണുമല്ലോ, അതുകൊണ്ട് അള്ളാഹുവിന്റെ കാഴ്ചയെ തടയുവാൻ എനിക്ക് സാധ്യമാവുകയില്ല എന്ന് പറഞ്ഞ കുട്ടിയെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമാകും. സഹോദരന്മാരെയും സഹോദരിമാരെയും ഈ 2 കുട്ടികൾ കാണിച്ച പേടിയെങ്കിലും അള്ളാഹുവിന്റെ വിഷയത്തിൽ നമുക്ക് കാണിക്കാൻ കഴിയണം. ഹറാമുകൾ കാണാനുള്ള സൗകര്യങ്ങൾ വരുമ്പോൾ ഈ കുട്ടികൾ പേടിച്ചതുപോലെയെങ്കിലും പടച്ച റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരനാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലഅലമന്ന അഖ്വാമ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമത്തി ബീദൻ. വെള്ളത്തിഹാമ പർവ്വതത്തോളം സ്വരുക്കൂട്ടി അമൽ സ്വാലിഹാത്തുമായി പരലോകത്ത് വന്ന് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്ന ഒരാളുകളെ എനിക്കറിയാമെന്ന്. ആരാണെന്ന് സൗബാൻ അല്ലാഹ് ചോദിച്ചപ്പോൾ പ്രവാചകനെ കൊടുത്ത മറുപടി, അമാ ഇന്നകും ഇഖ്വാനുകും വമിൻ ജൽദതികും വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ. നിങ്ങളെ പോലെയുള്ളവരാണ് സഹാബികളെ, അവർ രാത്രി നമസ്കരിച്ചിരുന്ന ആളുകൾ. പക്ഷേ വലാകിന്നകും അഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂക. ഹറാമുകൾ ചെയ്യാൻ അവസരം കിട്ടിയാൽ അവർ അതിന് മുഴുകുന്നവരായിരിക്കുമെന്നാണ്. ആളുകൾക്ക് മുമ്പിൽ നല്ല മനുഷ്യനായിരിക്കും, ഒറ്റയ്ക്ക് പോലും രാത്രി നമസ്കരിക്കുന്നവരാണ്. പക്ഷേ ഹറാമ് ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ, ഒരു തോന്നിവാസം കാണാൻ ഒരു അവസരം കിട്ടിയാൽ, പറയാൻ അവസരം കിട്ടിയാൽ, കേൾക്കാൻ അവസരം കിട്ടിയാൽ, ചെയ്യാൻ അവസരം കിട്ടിയാൽ അതവൻ ചെയ്യും. അവന്റെ കച്ചവടത്തിലെ തോന്നിവാസങ്ങൾ അവന് മാത്രം അറിയാവുന്നതായിരിക്കും. അവന്റെ വ്യക്തിപരമായ തോന്നിവാസങ്ങൾ അവന് മാത്രം അറിയുന്നതായിരിക്കും. ആളുകൾക്ക് ആർക്കും അറിയില്ല. അങ്ങനെയുള്ളവരാണോ അവർ മുത്തഖിയാവുകയില്ല, അവന്റെ പരലോകം നഷ്ടമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഒന്നാമത്തെ അടയാളം എന്ന് പറഞ്ഞാൽ നമ്മൾ മുത്തഖിയാകണോ, നമ്മൾ അൽ ഖൗഫ് മിനൽ ജലീൽ, പടച്ചറബിനെ കൃത്യമായി കൊണ്ട് പേടിക്കേണ്ടതുണ്ട്. രണ്ടാമതായി അലി ഇബ്നു അബീ താലിബ് പറഞ്ഞത് വൽ അമൽ ബിത്തൻസീൽ, പ്രമാണങ്ങൾക്കനുസരിച്ചുള്ള ജീവിതമായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്തു പറയുന്നോ അവിടെ നിൽക്കാൻ നമുക്ക് കഴിയണം, അതിനപ്പുറത്തേക്ക് ഇല്ല. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അത് പ്രമാണമനുസരിച്ചുകൊണ്ട് തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, എനിക്ക് എത്ര ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നാലും ശരി, അത് പരിപൂർണമായി മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ മാത്രമാണ് നമ്മൾ മുത്തഖിയാകുന്നത്. ഒരു പ്രവൃത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം എനിക്ക് വലിയ പ്രയാസമുണ്ടാക്കാനും ചെയ്യുന്ന വിഷയത്തിൽ, പക്ഷേ എൻ്റെ ഇഷ്ടത്തെക്കാൾ വലുത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇഷ്ടവും തീരുമാനമാണെന്ന് നിശ്ചയിച്ചുകൊണ്ട് അത് ചെയ്യാൻ കഴിയുന്നിടത്ത് നമ്മൾ എത്തുന്നുവെങ്കിൽ അവിടെയാണ് നമ്മുടെ വിജയമുള്ളത്. അല്ല എങ്കിൽ നമ്മൾ മുത്തഖിയാണെന്ന് പറയാൻ കഴിയും. എനിക്ക് തോന്നിയത് മാത്രമേ ചെയ്യുള്ളൂ, എന്നെ കൊണ്ട് കഴിയുന്നത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന തീരുമാനവും ചിന്തയുമാണ് നമുക്കുള്ളതെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ മുത്തഖിയാണെന്ന് പറയാൻ കഴിയുകയില്ല. ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഓരോ നമ്മൾ എടുത്തു നോക്കൂ. പള്ളിയിൽ നമസ്കരിക്കുവാൻ ജമാഅത്തിന് വരാൻ കഴിയാത്തതിന് കാരണം എന്താണ്? നമുക്ക് ജമാഅത്തിന്റെ പള്ളിയിലേക്ക് എത്താതിരിക്കാൻ നമുക്ക് പറയാനുള്ള ന്യായം എന്താണ്? ആ ന്യായങ്ങൾ പലതും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമുള്ളതാണ്. അതിനെ മാറ്റിവെച്ചുകൊണ്ട് പള്ളിയിലേക്ക് എത്താൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ മുത്തഖിയാണെന്ന് സ്വമേധയാ പറയാൻ കഴിയില്ല എന്നർത്ഥം. ഇസ്ലാമിക വസ്ത്രധാരണം ചെയ്യുന്നതിന്, താടി നീട്ടി വളർത്തുന്നതിന് നമ്മളെ തടയുന്ന കാരണം എന്താണ്? ആ കാരണം ഭൗതികമായതോ അല്ലെങ്കിൽ സ്വന്തത്തിന് എന്തെങ്കിലും ഒരു ചൊറിച്ചുണ്ടാക്കുന്ന വിഷയങ്ങളാണ് എങ്കിൽ, അതിനെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല എങ്കിൽ, അള്ളാഹുവിന്റെ പ്രമാണത്തെ മുറുകെ പിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ മുത്തഖിയാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിതമാകുവാൻ കഴിയേണ്ടതുണ്ട്. ജീവിതത്തിൽ വിദേഹത്തുകൾ കടന്നു വരാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകനെ പഠിപ്പിക്കാത്ത, ഇസ്ലാമിലില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ അവന് മുത്തഖിയാണെന്ന് പറയാൻ കഴിയില്ല. വിദേഹത്തായ നോമ്പുകൾ നോക്കുന്ന, വിദേഹത്തായ നമസ്കാരങ്ങൾ ചെയ്യുന്ന, വിദേഹത്തായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ അവന് എത്ര വലിയവനായിക്കൊണ്ട് നല്ല വ്യക്തിയായിക്കൊണ്ട് ആളുകൾക്ക് മുമ്പിൽ നടന്നാൽ അവന് മുത്തഖി എന്ന് പറയാൻ കഴിയില്ല എന്നാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. മൂന്നാമതായി സുഹൃത്തുക്കളെ, അലി റളിയല്ലാഹു പഠിപ്പിക്കുന്നത് വദ്ദിലാബിൽ ഖലീൽ, എത്രയാണെങ്കിലും പടച്ചറബ് നൽകിയ വിഷയത്തിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയേണ്ടതുണ്ട്. അതിന് പോകാൻ വഴിയും പ്രവാചകൻ പഠിപ്പിച്ചു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും. നിങ്ങൾ നിങ്ങൾക്ക് താഴെയുള്ളവരിലേക്ക് മാത്രം നോക്കിയാൽ മതി. നിങ്ങളെക്കാൾ സൗകര്യമുള്ള, നിങ്ങളെക്കാൾ സമ്പത്തുള്ള, നിങ്ങളെക്കാൾ സൗന്ദര്യമുള്ള, നിങ്ങളെക്കാൾ ആരോഗ്യമുള്ള, നിങ്ങളെക്കാൾ എല്ലാവിധ കാര്യങ്ങളുമുള്ളവരിലേക്ക് നിങ്ങൾ നോക്കിയാൽ വഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകളെ നിങ്ങൾക്ക് വലുതാക്കി കാണാൻ കഴിയില്ല. നിങ്ങളെക്കാൾ നിസാരമായവരിലേക്ക് നോക്കുമ്പോൾ, നിങ്ങളത്ര സൗന്ദര്യമില്ലാത്ത, സൗകര്യമില്ലാത്ത, സമ്പത്തില്ലാത്ത, വാഹനമില്ലാത്ത ആളുകളിലേക്ക് നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എനിക്കെന്റെ റബ്ബ് ഇതിനേക്കാളൊക്കെ നൽകിയിട്ടുണ്ടല്ലോ എന്ന് പറയാൻ നമുക്ക് കഴിയും. കേവലം സമ്പത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല ഇത് ഉണ്ടാകേണ്ടത്, എല്ലാത്തിലും ഉണ്ടാകണം. മഹാനായ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളൊക്കെ ഈ വിഷയത്തിൽ നമുക്ക് വലിയ മാതൃകയാണ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ സിംഹഭാഗവും തളർവാദം പിടിച്ചുകൊണ്ട് കട്ടിലിൽ കിടന്ന വ്യക്തിയായിരുന്നു. അസുഖം ബാധിച്ച് വീട്ടിലെ കിടന്ന വ്യക്തി. ആളുകൾ അദ്ദേഹത്തെ കാണാൻ പോയിക്കൊണ്ട് കരയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയാറുണ്ടെന്ന മറുപടിയുണ്ട്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഞാൻ ഈ അവസ്ഥയിൽ തൃപ്തിയുള്ളവനാണ്. എനിക്ക് ഈ കിടന്ന കിടപ്പിൽ അള്ളാഹുവിനെ സ്മരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്, നാവിന് പ്രശ്നമില്ല.
ഈ കിടന്ന കിടപ്പിൽ എങ്ങനെ നമസ്കരിക്കണമെന്ന് എനിക്ക് എന്റെ റസൂല് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. എനിക്ക് നമസ്കരിക്കാൻ കഴിയുന്നുണ്ട്. എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തതിൽ, നിങ്ങളെപ്പോലെ ഓടിച്ചാണ് നടക്കാൻ കഴിയാത്തതിൽ എനിക്ക് സങ്കടമില്ല. എനിക്ക് എന്റെ റബ്ബ് നൽകിയ അവസ്ഥയിൽ ഞാൻ തൃപ്തനാണ്. ഇതുപോലും ചെയ്യാൻ കഴിയാത്ത ആളുകൾ സമൂഹത്തിൽ ഉണ്ടല്ലോ. ഞാൻ തൃപ്തനാണ് എന്ന് പറയുന്നു. സുഹൃത്തുക്കൾ, നോക്കൂ നിങ്ങൾ, അദ്ദേഹം എങ്ങനെയുള്ളവരാണ് സഹാബികൾ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കട്ടിലിന് നടുവിൽ ദ്വാരം ഉണ്ടായിരുന്നുവെന്നാണ്. എന്താ പറഞ്ഞാൽ ആ ദ്വാരത്തിലൂടെ അദ്ദേഹത്തിന്റെ മലമൂത്ര വിസർജനം. എഴുന്നേറ്റ് പോയി ഒരാളുടെ സഹായത്തിൽ പോലും വിസർജ്യ സ്ഥലത്തേക്ക് പോകാൻ മാത്രം കഴിവില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്തിനെ കരയണം, ഞാൻ തൃപ്തനാണെന്ന് പറയുന്നത്. ഒരു തലവേദന വരുമ്പോഴേക്ക് എന്തൊരു തലവേദനയാണ്, ഇതെനിക്ക് മാത്രമല്ലേ ഉള്ളൂ, മാറാത്തതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്ന ആളുകളുണ്ട്. എന്തെങ്കിലും അസുഖം വരുമ്പോൾ, കുട്ടിക്കസുഖം വരുമ്പോൾ, വീട്ടിൽ ആർക്കെങ്കിലും പ്രയാസം വരുമ്പോൾ അതിനെ പഴിചാരിക്കൊണ്ട് അള്ളാഹു നൽകിയ എല്ലാ നിയമത്തുകളെ നിഷേധിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നവരുണ്ട്. ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. ദാരിദ്ര്യം ഉണ്ടാകുന്ന സമയത്ത് പടച്ചറബിനെ മറക്കുന്ന ആളുകളുണ്ട്, ആകുവാൻ പാടില്ല. സമ്പത്തിൽ ഇടവ് വരുമ്പോൾ, ബിസിനസ്സിൽ എന്തെങ്കിലും നഷ്ടം വരുമ്പോൾ വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, ഉണ്ടാകുവാൻ പാടില്ല. അള്ളാഹു എത്ര നൽകിയിട്ടുണ്ടോ അതിൽ തൃപ്തിപ്പെടാൻ കഴിയേണ്ടതുള്ളൂ. അതിനെന്ത് വേണം? പ്രവാചകനെ പഠിപ്പിച്ചല്ലോ, കുറെ ഉണ്ടാകലെന്നല്ല ഐശ്വര്യം, സമ്പത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിനൊരു സമ്പത്തുണ്ടോ, ഐശ്വര്യമുണ്ടോ, അതാണ് ഏറ്റവും വലിയ ഐശ്വര്യം. സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ മാസമായി കഴിഞ്ഞാൽ കാറ്റടിച്ച് വീശും പോലെ സ്വതക്ക കൊടുക്കുന്നവരായിരുന്നു എന്നാണ്. എങ്ങനെ കഴിഞ്ഞത്? കുറെ സമ്പത്ത് ഉണ്ടായിട്ടാണോ? പ്രവാചകന് വലിയ സമ്പത്തൊന്നുമില്ല. നല്ലൊരു വീടുണ്ടായിരുന്നില്ല പ്രവാചകന്. പരിപൂർണ്ണ വളർച്ചയെത്തിയ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്നാൽ അവന്റെ തല ഉച്ചയിൽ മുട്ടുമാറി ചെറിയ വീടായിരുന്നു പ്രവാചകന്റേത്. പ്രവാചകരും അബൂബക്കറും ഉമർ റളിയല്ലാഹു അൻഹും റസൂലിന്റെ വീട്ടിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. നാലാമതൊരാളെ കിടത്താൻ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് ഉസ്മാനോ അലിയോ ആയിഷ റളിയല്ലാഹു അൻഹയോ അവിടെ കിടക്കാത്തത്. അത്ര ചെറിയ വീടാണ് റസൂലിന്റേത്. ആ വീടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കാറ്റടിച്ച് വീശും പോലെ സ്വതക്ക നൽകിയിരുന്നു എന്ന് സഹാബികൾ പറഞ്ഞത്. എങ്ങനെ കഴിഞ്ഞു? കുറേ കൊടുത്തു എന്നല്ല, ഉള്ളതിൽ നിന്ന് തൃപ്തിപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് നൽകാൻ കഴിയുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ, അത് ഏറ്റവും വലിയ തഖ്വയുടെ ലക്ഷണമാണ്. റമദാൻ മാസമാകുമ്പോൾ കുറേ ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് വരും. ഇതെന്തൊരു പിരിവുകാരാണ്, ഇവരെ കൊണ്ടൊരു സ്വൈര്യമില്ലല്ലോ എന്ന് പറയുന്നതിനപ്പുറത്ത് നമ്മുടെ സമ്പത്തിന്റെ വിഹിതം നമ്മൾ പിരിവിന് വേണ്ടി മാറ്റിവെക്കുവാനും സാധ്യമാകുന്ന ആളുകൾക്ക് മനസ്സറിഞ്ഞോട് കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ, അത് വലിയ നേട്ടമായിരിക്കും. അതുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെടുവാൻ കഴിയുന്നുവെങ്കിൽ അത് തഖ്വയുടെ മൂന്നാമത്തെ ലക്ഷണമാണ്. നാലാമതായി അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് വൽ ഇസ്തിഅദാദു ലിയൗമി റഹീൽ എന്നാണ്. അവസാന യാത്രക്ക് വേണ്ടി ഒരുങ്ങാൻ തയ്യാറാകണം. ആദ്യത്തെ 3 കാര്യങ്ങളുള്ളവർക്ക് മാത്രമേ നാലാമത്തേത് കഴിയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് മലക്കുൽ മൗത്ത് വരികയാണ് നമ്മളെ പിടിക്കാൻ വേണ്ടി, എങ്കിൽ പരിപൂർണമായും നിന്നു കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലാണോ നമ്മൾ മുത്തഖിയാണ്? സുഹൃത്തുക്കളെ, നമ്മുടെ അവസ്ഥ എന്താണ്? ഇന്ന് മരിക്കാൻ നമ്മൾ തയ്യാറാണോ? നമ്മുടെ കർമ്മങ്ങളുടെ കലണ്ടറിലേക്കൊന്ന് നമ്മൾ തിരിഞ്ഞു നോക്കൂ. എവിടെയാണ് നമ്മുടെ അവസ്ഥയുള്ളത്? എപ്പോൾ മരിക്കുമെന്നൊരാൾക്കും ഒരു നിശ്ചയവുമില്ല. കഴിഞ്ഞ റമദാൻ മാസത്തിൽ നമ്മുടെ കൂടെ കളിച്ചും ചിരിച്ചും നടന്നിരുന്ന പല ആളുകൾ, നമ്മുടെ കൂടെ നമസ്കരിച്ചെന്നവർ, നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്ന ആളുകൾ ഇന്ന് 6 അടി മണ്ണിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകൾ വിശാലമായി കൊടുക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഈ റമദാന് പരിപൂർണമായും നമ്മൾ ഉണ്ടാകുന്ന ആർക്കാണ് ഉറപ്പുള്ളത്? ഒരു പ്രശ്നവും എനിക്കില്ല, ഞാൻ ആരോഗ്യപരമായി പരിപൂർണമായും ഫിറ്റാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു ടെസ്റ്റ് നടത്തിയാൽ മതി. അവിടെ നമുക്ക് മനസ്സിലാകാം നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന്. പിന്നെ നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കപ്പെടും, നമ്മുടെ യാത്ര ക്രമീകരിക്കപ്പെടും, നമ്മുടെ ഉറക്കം ക്രമീകരിക്കപ്പെടും. നമ്മുടെ അവസ്ഥയിൽ നമുക്കൊരാൾക്ക് പറയാൻ കഴിയുകയില്ല. പെട്ടെന്ന് മരണം നമ്മളെ പിടികൂടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ മരണത്തിന് സന്തോഷത്തോടുകൂടി പിടികൊടുക്കുവാൻ കഴിയുന്നവരാണോ നമ്മൾ? അവിടെയാണ് മുത്തഖിയാകുന്നത്. അല്ല, മരിക്കാൻ നമുക്ക് പേടിയാണോ? നമ്മുടെ കർമ്മങ്ങളിൽ വിള്ളലുണ്ടോ? നമ്മൾ മുത്തഖിയല്ല എന്നാണ് അർത്ഥം. ആ വിള്ളലുകൾ പൂർത്തീകരിക്കാൻ, ആ വിള്ളലുകൾ നികത്താനുള്ള സമയമാണ് പരിശുദ്ധമായ റമദാൻ. വിടവുകൾ പരിപൂർണ്ണം നികത്താൻ കഴിയേണ്ടതുണ്ട്. കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, സ്വാഭാവികമാണ്. കുല്ലു ബനി ആദമ ഖത്താഊൻ, ആദം സന്തതികൾ തിന്മ ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, തിന്മകൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഏറ്റവും മികച്ചവർ തൗബ ചെയ്യുന്നവരാണ്. നമ്മുടെ വിടവുകൾ പടച്ച റബ്ബിനോട് നമ്മൾ പറയാൻ തയ്യാറുണ്ടോ? ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ പ്രാർത്ഥിക്ക്, ഞാൻ ഉത്തരം നൽകാമെന്നാണ്. എന്നോട് തിന്മ ചെയ്ത ആളുകൾ, സ്വന്തത്തോട് തിന്മ ചെയ്ത ആളുകൾ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അവർ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരാകേണ്ടതില്ല. അള്ളാഹു എല്ലാം പുറത്തെടുക്കുമെന്ന് പടച്ച റബ്ബിന്റെ ഓഫറുണ്ട്.
അതുകൊണ്ട് റമദാനിന്റെ പകലും രാത്രിയിലും അള്ളാഹുവോട് താണുകയാണ് അപേക്ഷിക്കുവാൻ, പടച്ചോനെ എന്റെ വിടവുകൾ നികത്തി നൽകണേ എന്ന്, പോരായ്മകൾ പുറത്തു നൽകണേ എന്ന്, പാപങ്ങൾ മായ്ച്ചു കളയണേ എന്ന് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് പറയുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിലെ വിടവുകൾ പൂർത്തീകരിക്കാൻ കഴിയേണ്ടതുണ്ട്. നമസ്കരിക്കുവാൻ പള്ളിയിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയങ്ങളെ നമ്മൾ ക്രമീകരിക്കണം, എഡിറ്റ് ചെയ്യപ്പെടണം. ജമാഅത്ത് നമസ്കരിക്കുവാൻ പള്ളിയിലേക്ക് എത്താറുണ്ടോ? ജുമുഅ നമസ്കരിക്കാൻ പോലും പള്ളിയിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയം ഏതാണ്? അതൊക്കെ തിരുത്തപ്പെടേണ്ടതാണ്. ജുമുഅ നമസ്കരിക്കാൻ വേണ്ടി ഇമാം സലാം പറയുകയും പള്ളിയിലേക്ക് എത്താറില്ല എങ്കിൽ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. അതിനൊക്കെ പറ്റിയ സമയമാണിത്. മറ്റു സമയങ്ങളിൽ ജോലിയുണ്ട്, ഭക്ഷണം കഴിക്കണം, മറ്റു പല കാരണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ നമുക്ക് പറയാനില്ല. അതെല്ലാം തിരുത്തിയിട്ട് നമ്മുടെ കർമ്മങ്ങൾ എഡിറ്റ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഈ റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നന്മകളെല്ലാം ചെയ്യുവാൻ, സുന്നത്തായ നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കുവാൻ, സ്വറകൾ അധികരിപ്പിക്കുവാൻ, നന്മകൾ ധാരാളമായി കൊണ്ട് ചെയ്ത് മരിക്കുവാൻ ഒരുക്കമാണ് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് പറയുവാൻ കഴിയുന്നവരെ മാറേണ്ടതുണ്ട്. യുദ്ധഭൂമിയിൽ വെട്ടേറ്റപ്പോൾ സന്തോഷത്തോടുകൂടി മരണത്തെ മുന്നിൽ കണ്ട് പാട്ട് പാടുന്ന സഹാബികളെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമാകും. എല്ലാം ചെയ്ത് പരിപൂർണമായും തൃപ്തിയടഞ്ഞുകൊണ്ട് റബ്ബിനെ സമർപ്പിച്ചുകൊണ്ട് മരിക്കാൻ വേണ്ടി, മരിച്ചു കഴിഞ്ഞാൽ തന്നെ പുതപ്പിക്കാനുള്ള വസ്ത്രവും കഫൻപുടവയും അത്തറും എടുത്തു വെച്ചുകൊണ്ട് എന്നെ ഇപ്പോൾ വിരുന്നുകാർ എന്നെ കൊണ്ടുപോകുവാൻ വരും, അതുകൊണ്ട് എന്നെ കുളിപ്പിക്കണമെന്ന് പറഞ്ഞ് സ്വമേധയാ മരണത്തിന് വേണ്ടി തയ്യാറായ മുൻഗാമികൾ നമ്മുടെ മുൻകഴിഞ്ഞ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയണമെങ്കിൽ സുഹൃത്തുക്കളെ, തിന്മകളൊക്കെ ഏറ്റുപറഞ്ഞ് പടച്ചറബിന് വേണ്ടി, മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ തയ്യാറായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ നമ്മളിലുണ്ടോ എന്ന് നമ്മൾ ഈ റമദാൻ പരിപൂർണമാകും മുമ്പ് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അൽ അമൽ അൽ ഖൗഫ് മിനൽ ജലീൽ, പടച്ചറബിനെ പേടിക്കുക എന്നുള്ളതും, വൽ അമൽ ബിത്തൻസീൽ, കർമ്മങ്ങൾ അല്ലാഹു പറഞ്ഞ രൂപത്തിൽ മാത്രമാക്കുക എന്നുള്ളതും, വറിളാ ബിൽ ഖലീൽ, പടച്ചറബ് നൽകിയത് എന്തുണ്ടോ അതിൽ പരിപൂർണമായി തൃപ്തിപ്പെടാനും, വൽ ഇസ്തിഅദാദ് ലിയൗമിർ റഹീൽ, പരലോകത്തെ യാത്രക്ക് വേണ്ടി പരിപൂർണമായും മുന്നൊരുക്കം നടത്താൻ നമ്മൾ കഴിയുന്നവരാകേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മൾ കാകുവാൻ കഴിഞ്ഞാൽ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം, നിങ്ങൾ മുത്തഖീങ്ങളായേക്കാം എന്ന് നോമ്പിന്റെ ലക്ഷ്യമായി കൊണ്ട് പഠിപ്പിച്ച ആ കാര്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമദാനെ കൊണ്ട് മുത്തഖീകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് അതേ രൂപത്തിൽ തന്നെ ജീവനം മുന്നോട്ട് നയിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നന്മകൾ ചെയ്യാൻ നമുക്ക് ധാരാളം അവസരങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ഈ പരിശുദ്ധമായ റമദാൻ രാപ്പകലുകളിൽ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ചില സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. ആ സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവരാണ് യഥാർത്ഥ വിജയികൾ. റമദാനിലെ അള്ളാഹു പ്രത്യേകമായി കൊണ്ട് പഠിപ്പിച്ച നന്മ ലഭിക്കുമെന്ന് പഠിപ്പിച്ച സമയങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. അതിലൊന്നാമത്തെ സമയം എന്ന് പറഞ്ഞാൽ അത്താഴത്തിൻ്റെ സമയമാണ്. മിശലുവാസ പഠിപ്പിച്ചു, തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണം, അതിൽ ബറക്കത്തുണ്ട്. രാത്രി നന്നായി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് അത്താഴത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങാൻ പാടില്ല. ആ സമയത്ത് എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ച് ആ ബറക്കത്ത് നേടിയെടുക്കുന്ന റസൂൽ പറഞ്ഞു. അതേപോലെ തന്നെ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് സമയം കിടന്നുറങ്ങാനുള്ളതല്ല. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, വിശ്വാസം നേടിയ സ്വർഗത്തിൽ പ്രവേശിച്ച ഗുണങ്ങളുടെ വിശ്വാസികളുടെ ഗുണമായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിച്ച ഒരു കാര്യം, സുഹൂറിന്റെ സമയത്ത്, അത്താഴത്തിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ തേടുന്നവരാണ് അവർ എന്നാണ്. സഹോദരന്മാരെ, സഹോദരന്മാർ, അത്താഴത്തിന് എഴുന്നേറ്റ് അത്താഴം കഴിഞ്ഞുള്ള ബാക്കി സമയം, അല്ലെങ്കിൽ അത്താഴത്തിന് എഴുന്നേറ്റ് ചിലപ്പോൾ ഭാര്യയോ ഉമ്മയോ ഉറങ്ങി എഴുന്നേൽക്കാൻ വൈകിയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം എടുത്തു വെക്കാൻ അല്പം വൈകുന്നുണ്ടാകും. ആ സമയം നമ്മൾ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ തേടാൻ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. അതേപോലെ അത്താഴം കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴത്തിൻ്റെയും ബാങ്കിൻ്റെയും ഇടയിൽ 50 ആയത്തുകൾ ഓതാനുള്ള സമയം ഉണ്ടായിരുന്നുവെന്ന് സഹാബികൾ പറഞ്ഞത് അവർക്ക് ആ ശീലമുണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്തെ കിടന്നുറങ്ങിയല്ല നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടത്. അത്താഴത്തിന് മുമ്പുള്ള സമയം ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ സമയം എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, മൻ സ്വല്ലൽ ഗദാത ജമാഅ, ആരെങ്കിലും സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചു, ഫുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലഉ ശംസ്, പിന്നീട് സൂര്യോദയം വരെ
പടച്ചറബിനെ ഓർത്തുകൊണ്ട് അവന് പള്ളിയിൽ തന്നെ ഇരിക്കുന്നു. സുമ്മ യുസല്ലി റകഅതൈൻ, എന്നിട്ട് സൂര്യോദയത്തിന് ശേഷം സൂര്യൻ ഉദിച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അവൻ ഇശ്റാഖ് നമസ്കരിക്കുന്നുവെങ്കിൽ അവനൊരു ഹജ്ജും ഉംറയും ചെയ്ത പരിപൂർണമായ കൂലി ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, റമദാൻ മാസം നമ്മൾ പല ആളുകളും സുബഹി നമസ്കരിക്കാൻ പള്ളിയിലേക്ക് ജമാഅത്തിന് എത്താറുണ്ട്. ആ ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിൽ പോയി കട്ടൻ ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ ഒന്നുമില്ല. റമദാൻ നോമ്പിന്റെ മാസമാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഇപ്പോൾ സുബഹിന്റെയും പിന്നെ സൂര്യോദയത്തിനിടയിലുള്ളത്. വളരെ വൈകിയാണ് സുബഹി ബാങ്ക് വിളിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. പള്ളിയിലേക്ക് വരാനും പള്ളിയിൽ തന്നെ ഇരുന്നു കൊണ്ട് ആ സമയത്ത് ദിക്റുകൾ അദ്കാർ സബാഹ ചൊല്ലി തീർക്കാൻ, പിന്നീട് വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യുവാൻ, അങ്ങനെ ഓരോ ദിവസവും എല്ലാ ദിവസവും ഒരു ഹജ്ജും ഉംറയും ഞാൻ നേടിയെടുക്കും. റമദാനിന്റെ ഇനി വരുന്ന 22 ദിവസത്തിൽ ഒരു ഹജ്ജും ഉംറയും ഞാൻ നഷ്ടപ്പെടുത്തുമല്ലോ എന്ന് തീരുമാനിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അള്ളാഹു ബറക്കത്ത് നൽകിയ സമയമാണ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തിനെ തേടിയ സമയമാണത്. ആ സമയത്ത് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. മൂന്നാമതായി സഹോദരന്മാരെ, റമദാൻ മാസത്തെ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ അത് നോമ്പ് തുറയുടെ സമയമാണ്. നോമ്പ് തുറക്കാൻ വേണ്ടി ഭക്ഷണം എടുത്തു വെച്ച സമയത്തെ പ്രവാചകൻ പഠിപ്പിച്ചു, സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, 3 പ്രാർത്ഥനകൾ അള്ളാഹു ഒരിക്കലും തള്ളിക്കളയുകയില്ല. 1, അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഒരു ഇമാമിന്റെ നേതാവിന്റെ പ്രാർത്ഥന പടച്ചോൻ തള്ളിക്കളയുകയില്ല. 2, വസ്സായിമു ഹീന യുഫ്തിർ, നോമ്പുകാരൻ അവന്റെ പ്രാർത്ഥന പ്രത്യേകതയുള്ളതാണ്. ഏത് സമയത്തും അവന്റെ പ്രാർത്ഥന പടച്ചോൻ സ്വീകരിക്കും. എന്നാൽ വസ്സായിമു ഹീന യുഫ്തിർ, അവൻ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന അത് പ്രത്യേകമായി തള്ളിക്കളയാത്ത സമയമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം ആളുകളും അശ്രദ്ധമാകുന്ന ഒരു സമയമാണിത്. സ്ത്രീകളാണെങ്കിൽ ആ സമയത്തേക്കാണ് വല്ലാത്തൊരു തിരക്ക് എടുത്തു വെക്കുന്ന വിഷയത്തിൽ, ഭക്ഷണം എടുത്തു വെക്കുന്ന വിഷയത്തിൽ ഉണ്ടാകുക. അല്ല, കുറച്ച് നേരത്തെ നോമ്പ് തുറ വിഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ആ സമയത്ത് പ്രാർത്ഥിക്കാനും വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട്. പള്ളികളിലൊക്കെ സമൂഹമായി നോമ്പ് തുറക്കുന്ന ആളുകളൊക്കെ വ്യത്യസ്ത തുറകളിലുള്ള ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞ് പിന്നെ നാട്ടുവർത്തമാനങ്ങളും രാഷ്ട്രീയ വർത്തമാനങ്ങളും ഒക്കെ ആയിക്കൊണ്ട് ആ പരിഭാവനമായ സമയത്തെ കളങ്കപ്പെടുത്തുന്ന, നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ പല നാടുകളിലും ഉണ്ടാകാറുണ്ട്. നമ്മൾ ഒരിക്കലും ആ കൂടുതൽ ഉൾപ്പെടാൻ വേണ്ടി പാടില്ല. അത്തരം സംസാരങ്ങൾ നമ്മുടെ പള്ളികളിൽ, നമ്മുടെ നാട്ടിൽ നമ്മൾ നോമ്പ് തുറക്കുന്നത് ഉണ്ടാകില്ല എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടതുണ്ട്. ആ സമയത്തെ അള്ളാഹുവിന്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള സമയമായിക്കൊണ്ട് നമ്മൾ കണക്കാക്കണം. ഇനി അതല്ല, അത്തരം സംസാരങ്ങൾ നിർബന്ധമായി നടക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് പോകേണ്ടതില്ല. നമ്മൾ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുക, ബാങ്കിന് തൊട്ട് മുമ്പ് പോയി നമ്മൾ നോമ്പ് തുറന്നാലും മതി. ആ സമയം ഒരിക്കലും സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ നമുക്ക് ഒരാൾക്കും ഉണ്ടാകുവാൻ വേണ്ടി പാടില്ല. അങ്ങനെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സംസാരിക്കുന്ന വ്യക്തിയെ തിരുത്താൻ ഇത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്, പവിത്രമായ സമയമാണ്. ഈ നഷ്ടപ്പെടുത്തല്ലേ എന്ന് വളരെ സ്നേഹബുദ്ധിയെ തിരുത്താൻ കഴിയുന്നവർ നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ പലരും ഇത്തരം കാര്യങ്ങളൊക്കെ നിസ്സാരമായിക്കൊണ്ട്, അറിഞ്ഞുകൊണ്ടല്ല അറിയാതെയൊക്കെ നമ്മൾ ആളുകൾ കൂടുമ്പോൾ അങ്ങനെ അറിയാതെ സംസാരിച്ചു പോകുന്നതാണ്. ആ സംസാരത്തെ നിയന്ത്രിച്ച് നമ്മൾ സ്വയം നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു മാസം. നമുക്ക് അനുവദനീയമായ കാര്യങ്ങൾ, ഭക്ഷണം, പാനീയം നമ്മുടെ മുമ്പിൽ തയ്യാറായി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കഴിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? പടച്ചോന് കഴിക്കാൻ പാടില്ല എന്നുള്ള നിയന്ത്രണം നമ്മൾ സ്വമേധയാ വെച്ചത് കൊണ്ടാണ്. എൻ്റെ മുമ്പിലൂടെ ഭാര്യ കടന്നു പോയാലും എനിക്ക് അവൾ അനുവദനീയമാക്കി അവളുടെ പിതാവ് നൽകിയതാണെങ്കിലും പക്ഷേ റമദാൻ പകൽ ഞാൻ ചെയ്യാറില്ല. കാരണം എന്താണ്? ഞാൻ സ്വയം നിയന്ത്രിക്കുകയാണ്. അതേപോലെ സ്വയം നിയന്ത്രണം നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ പെരുമാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നിടത്താണ് നോമ്പിന്റെ വിജയമുള്ളത്. അതുകൊണ്ട് ആ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ പ്രാർത്ഥന ദഅവത്തുൽ മദ്ലൂം, അക്രമിയുടെ പ്രാർത്ഥനയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കൾ, അതുകൊണ്ട് ഈ 3 സമയങ്ങൾ, അത്താഴത്തിന് മുമ്പുള്ള സമയവും, അത്താഴം കഴിഞ്ഞ് സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള സമയവും, നോമ്പ് തുറക്ക് മുമ്പുള്ള സമയവും നമ്മൾ നിർബന്ധമായും ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ രൂപത്തിൽ റമദാൻ മാസത്തിന്റെ ഓരോ കാര്യങ്ങളും പഠിച്ച് നന്മകളെല്ലാം പരിപൂർണ്ണമായി കരസ്ഥമാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.